ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ദേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ ദേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ബിരിയാണി റൈസ് ആണ് ഉണ്ടാക്കാൻ പോണത്. ഇതിനായിട്ട് ഞാൻ 3/4 കപ്പ് ജീരക റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനെ ഞാനിപ്പോ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചേക്കാണ്. അതിനുശേഷം നല്ല പോലെ കഴുകിയിട്ട് വെള്ളത്തിൽ നിന്നും വാർത്തു മാറ്റണം. ഞാനിപ്പോ റൈസ് കുക്ക് ചെയ്യണത് വെള്ളം വറ്റിച്ചെടുത്ത മെത്തേഡിലൂടെയാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ എത്രയാണോ റൈസ് എടുത്തേക്കണത് അതിന്റെ ഡബിള് വെള്ളം വേണം കേട്ടോ എടുക്കാൻ. പിന്നെ ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിന്റെ അളവ് വെള്ളത്തിൽ എടുത്ത് നിൽക്കണം കേട്ടോ. അതായത് ഉപ്പ് ചേർത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പിന്റെ ടേസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യണം കേട്ടോ. എന്നാൽ റൈസിൽ കറക്റ്റ് ആയിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 2-3 ഏലക്ക, 2-3 ചെറിയ കഷ്ണം പട്ട, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, ഇവയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴുകി വെള്ളത്തിൽ നിന്നും വാർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കണം. റൈസ് നല്ല പോലെ വെള്ളത്തിൽ നിന്നും വാർത്തെടുക്കണം കേട്ടോ. റൈസിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഈ റൈസ് കുക്ക് ചെയ്യുന്നതിന്റെ വെള്ളത്തിന്റെ അളവ് മാറിയിട്ട് റൈസ് ഓവർ കുക്കായിട്ട് വരും. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അടച്ചു വെക്കാതെ തന്നെ തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ ഇത് നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക. ഇങ്ങനെ ഇപ്പൊ ഞാൻ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തപ്പോഴത്തേക്കിന് ഇതിലെ വെള്ളമൊക്കെ വറ്റി റൈസ് നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചെടുത്ത പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതുപോലെ ഒരു 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിൽ ഇളക്കി കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പച്ച മണം വരും. അതൊന്ന് പോകുന്നത് വരേക്കും ഇങ്ങനെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സവാളയാണ് ചേർക്കേണ്ടത്. ഇതിപ്പോ ഞാൻ 4 സവാളയെ നല്ല പോലെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തേന് കേട്ടോ. അല്ലെങ്കിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ നല്ല പോലെ ഇളക്കി സവാളയെ നല്ല പോലെ സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പതാ സവാള നല്ല സോഫ്റ്റ് ആയി ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 4 തക്കാളിയും കൂടെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തക്കാളിയും കൂടെ ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇപ്പൊ ഇതാ കണ്ടോ, തക്കാളി നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ, 2 ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടി. ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലപ്പൊടികളുടെ ഒരു പച്ച സ്മെല്ലൊന്ന് പോവാനും വേണ്ടിയിട്ട് 1 മിനിറ്റ് ഇതുപോലെ തന്നെ അങ്ങ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. മസാലപ്പൊടികളൊന്ന് കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു 3/4 കിലോയോളം ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്.
പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയും ചിക്കൻ കഷ്ണങ്ങളും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയി വരണം. ഇപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ചു വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യുക കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ 15 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് ചിക്കൻ കണ്ടോ നല്ല പോലെ കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിത് കുക്ക് ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ കുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ നേരം കുക്ക് ചെയ്യരുത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ചേർക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിട്ട് കൊടുക്കണം. അതിനായിട്ട് ബിരിയാണിയെയും മസാലയും തട്ടായിട്ട് സെറ്റ് ചെയ്യുക. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. ആദ്യം കുറച്ച് റൈസ്, പിന്നെ കുറച്ച് മസാല, വീണ്ടും കുറച്ച് റൈസ്, അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയും കുറച്ച് റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അതിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. എന്നിട്ട് നമുക്കിതിനെ റൈസിൻ്റെ മുകളിൽ ചേർക്കണം. അതിൻ്റെ മുന്നേ റൈസിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഉരുക്കിയെടുത്ത ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും പിന്നെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്കിതിനെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്നൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ ദേ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.